പാർട്ടിയുടെ തിരുത്തലുകൾ വാക്കിലും പ്രവൃത്തിയിലും വേണമെന്ന് നിർബന്ധമുള്ളയാളാണ് സഖാവ് എം.എ. ബേബി. കൊലപാതക രാഷ്ട്രീയം മാത്രമല്ല, വാവിട്ട വാക്കുപോലും ഒരു രാഷ്ട്രീയ നേതാവിന് ചേർന്നതല്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഭൗതിക രാഷ്ട്രീയമാണ് എം.എ. ബേബിയുടേത്. വെറുമൊരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ല എം.എ. ബേബി. പൗരാണിക സംഗീതം, മധ്യകാല ചിത്രകല, ആധുനിക സാഹിത്യം എല്ലാം നന്നായി അറിയാവുന്ന ഒരു മനുഷ്യസ്നേഹി കൂടിയാണ് എം.എ. ബേബി എന്ന രാഷ്ട്രീയ നേതാവ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തകനായ എം.എ. ബേബിക്ക് ചെറുപ്പകാലത്ത് വായനയ്ക്കൊപ്പം ഫുട്ബോളും ഹരമായിരുന്നു. ഭൗതികമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് ഇഷ്ടം. എന്നാൽ പ്രായോഗിക രാഷ്ട്രീയ തന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞ് എതിരാളികളെ നന്നായി ട്രിബിൾ ചെയ്യാനും മിടുക്കൻ. ഹവാനയിൽ 1978 നടന്ന ലോക യുവജന വിദ്യാർത്ഥി മേളയിൽ ഇന്ത്യൻ പ്രതിനിധിയായി. ലോക രാഷ്ട്രീയ ക്രമങ്ങളും ഭാഷാസാഹിത്യവും അതോടെ ജീവിതചര്യയായി. പൗരാണിക കലയും സാഹിത്യവും ഒപ്പം കഥകളിയും ആസ്വദിക്കുന്ന ബേബി സഖാവിന് ഒന്നും അന്യമായിരുന്നില്ല. ജാതിമതബോധങ്ങൾ തീണ്ടിയിട്ടേയില്ല. എന്നാൽ വിശ്വാസ ദർശനങ്ങളെ അവധാനതയോടെ സമീപിക്കും. മധ്യകാല ചിത്രകല ഒരു കാലഘട്ടത്തിന്റെ ദർശനമായിരുന്നതിനാൽ മന്ത്രിയായിരിക്കെ കൊച്ചി ബിനാലെ പോലെയുള്ള സംരംഭങ്ങൾക്ക് തുടക്കമിട്ടു. ഗാഢമായ വായനാശീലവും ലോകസഞ്ചാരങ്ങളും വിപ്ലവകാരികളിൽ ഉണ്ടാക്കുന്ന ആപേക്ഷിക ചിന്താഗതികളെ മാറ്റി നിർത്താൻ ഒരു ഘട്ടം വരെ സഹായകരമായി. മറ്റൊരു കാര്യം, ബേബി സഖാവ് ഒരു ഭക്ഷണപ്രിയം കൂടിയാണ്. ഭക്ഷ്യവിഭവം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ വിഭവമാകുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ രാഷ്ട്രീയം എം.എ. ബേബി പറഞ്ഞിട്ടുണ്ട്. ബേബി സഖാവിൻ്റെ ഭാഷാപ്രയോഗങ്ങൾ വേറിട്ടതാണ്. നാടൻ ഭാഷയ്ക്കപ്പുറം കടുകട്ടി മലയാള പദങ്ങൾ അതിൽ കാണാം. +2 ക്ലാസ്സുകളെ അധികം 2 അധ്യയനമെന്ന് ബേബി സഖാവ് പറഞ്ഞാൽ അത്ഭുതമില്ല. കാരണം ആംഗലേയ സാഹിത്യ പ്രേമം തലയ്ക്ക് പിടിച്ച കാലം മുതൽ ഇംഗ്ലീഷിൽ ചിന്തിച്ച് മലയാളത്തിൽ സംസാരിക്കുന്നതാണ് രീതി. സചേതനവും സക്രിയവുമായ ഇടപെടലുകൾ എല്ലാ മേഖലയിലും തുടരുന്നതിനാൽ ഒരു കാര്യം ഉറപ്പാണ്: രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പക്വമായ പ്രവർത്തനത്തിലൂടെ മാർക്സിയൻ ദർശനങ്ങൾക്ക് മാതൃകയാകുന്ന എം.എ. ബേബിക്ക് ഈ പുതിയ ഉത്തരവാദിത്തം ഒരു സ്വയവിമർശന ബോധ്യമാണ്. മാർഷൽ വി. സെബാസ്റ്റ്യൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.